ഈ മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 96/2021 ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് ചോദിച്ച ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഇംപ്ലൈസ് that the person should not form part of more than one organ of the government. Second one, that one organ of the government should not control or interfere with the exercise of its function by another organ. Third one, that one organ of the government should not exercise the function of the other. അതായത് ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. സോ ബേസിക്കലി ഇത് ഐഡിയ ഓഫ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവറിനകത്ത് വരുന്ന കോൺസെപ്റ്റുകളാണ്. അതായത് ഇപ്പം നമ്മൾ യൂണിയൻ ഗവൺമെന്റ് എടുത്ത യൂണിയൻ ഗവൺമെന്റ് അത് 3 പാർട്ടുകളുണ്ട്. ഒന്ന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. സോ ഇവ മൂന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, കോർഡിനേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഓർഗണിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിനെ മറ്റൊരു ഓർഗൻ ഇന്റർഫിയർ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പാടില്ല. സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ, ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ലെജിസ്ലേച്ചർ ഷുഡ് നോട്ട് ഡു ദി വർക്ക്സ് ഓഫ് ദി ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ പവറിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ ലെജിസ്ലേച്ചർ ചെയ്യാനോ ലെജിസ്ലേറ്ററിന്റെ പവറിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ ജുഡീഷ്യറി ചെയ്യാനോ പാടില്ല. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. 3, ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ശരിയാണ്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ, ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ ലൈക്ക് സെഗ്മെന്റിനും എന്താണോ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണ് പവർ കൊടുത്തിരിക്കുന്നത് അവരത് ചെയ്യാം. മറ്റൊരാളുടെ പവറിൽ അത് ഇന്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞത് എല്ലാമാണ് ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. Dash of the Constitution of India indicate that people of India are the source of authority behind the Constitution. ആർട്ടിക്കിൾ 1 ആണോ, സോവറിനിറ്റി എന്നുള്ള വാക്കാണോ, ആമുഖമാണോ, ഭാഗം 3 ആണോ? സോ ബേസിക്കലി ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്ന അതാണ് ആർട്ടിക്കിൾ 1 എന്നും. അത് ഇതോട്ട് ബന്ധം പരമാധികാരം, സോവറിനിറ്റി എന്ന് പറയുന്നത് പരമാധികാര രാജ്യം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് എന്താണ്? ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണുള്ളത്. ജനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണുള്ളത്. സോ സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട് അതാണ് അവിടെ വരിക. പക്ഷെ ആമുഖത്തിലാണ് ബേസിക്കലി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി കോൺസ്റ്റിറ്റ്യൂട്ട്. അതായത് ബേസിക്കലി ജനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്രോതസ്, അല്ലെങ്കിൽ ജനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന പ്രിയാമ്പിളിലാണ്. സോ ഓപ്ഷൻ സി ആമുഖമാണ് ആൻസർ. ആ ഭാഗം 3 എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ അധികാര സ്രോതസ് ജനങ്ങളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊടുക്കുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആമുഖമാണ്. നെക്സ്റ്റ് വൺ, ദ ഗുവാഹത്തി ഹൈക്കോർട്ട് ഹാസ് എ ജൂറിസ്ഡിക്ഷൻ ഓവർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്സ്. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റിന്റെ മേലിലാണ് ഗുവാഹത്തി ഹൈക്കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. നമ്മൾ ഗുവാഹത്തി ഹൈക്കോർട്ട് എടുത്തു കഴിഞ്ഞാൽ, ആസാമിലെ ഗുവാഹത്തി ഹൈക്കോർട്ട് എടുത്താൽ ഗുവാഹത്തി ഹൈക്കോർട്ടിന്റെ കീഴിൽ വരുന്നത് ഒന്ന് ആസാം, ദെൻ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഇതുകൂടാതെ നോർത്ത് ഈസ്റ്റിൽ മറ്റൊരു ഹൈക്കോർട്ട് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മണിപ്പൂർ ഹൈക്കോർട്ട്. മണിപ്പൂർ ഹൈക്കോർട്ടിന് മണിപ്പൂർ സ്റ്റേറ്റിന് വേണ്ടി മാത്രമേ ജൂറിസ്ഡിക്ഷൻ ഉള്ളൂ. ദെൻ ഉള്ളത് കൽക്കട്ട ഹൈക്കോർട്ട് ഉണ്ട്. കൽക്കട്ട ഹൈക്കോർട്ടിന് കീഴിൽ വരുന്നത് വെസ്റ്റ് ബംഗാളും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുമാണ്. സോ അപ്പോൾ ഇവിടെ നോക്കിയാൽ ആസാമും നാഗാലാൻഡും അരുണാചൽ പ്രദേശും മിസോറാമും ഗുവാഹത്തി ഹൈക്കോടതി ജൂറിസ്ഡിക്ഷന് കീഴിലാണ് വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് ആൻഡ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, അപ്പർ ചേംബർ ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ് ഇസ് എ പെർമനന്റ് ഹൗസ്. അതായത് അപ്പർ ചേംബർ ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണ്, സ്ഥിരസഭയാണ്. ശരിയാണ്. കാരണം എന്താണ്? രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ 2 വർഷം കൂടുമ്പോഴും ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 1/3 ആളുകളാണ് പോകുന്നത്, പുതിയ 1/3 ആളുകൾ വരുന്നു. ദാറ്റ് മീൻസ് എപ്പോഴും അതിനകത്ത് പെർമനന്റ് ആയിട്ട് ഒരു മെമ്പേഴ്സ് ഉണ്ടാവും. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. രണ്ടാമത്തെ, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ ഇലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ അടിസ്ഥാനമാക്കിയാണ്. ബേസിക്കലി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം രാജ്യസഭയിൽ 2 തരത്തിലുള്ള അംഗങ്ങളുണ്ട്. ഒന്ന് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവും, 2 നോമിനേറ്റഡ് റെപ്രസെന്റേറ്റീവും. ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എല്ലാം പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ അടിസ്ഥാനമാക്കിയാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. നോമിനേറ്റഡ് മെമ്പേഴ്സിനെ 12 അംഗങ്ങളെ
12 അംഗങ്ങളെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? ഹു ആർ എക്സ്പേർട്ട് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ്, സയൻസ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇലക്ടഡ് ഫ്രം ഇറ്റ്സ് മെമ്പർ. അല്ല, ചെയർമാൻ എന്ന് പറയുന്നത് ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അതായത് ഒരാൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാനുമായി മാറുന്നു. സോ ഇലക്ട് ചെയ്യപ്പെടുകയില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. സോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3, 2 and 3 ഓളിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ, അബ്സല്യൂട്ട്, നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ്, അമെൻഡബിൾ. മൗലിക അവകാശങ്ങളാണ് ന്യായീകരിക്കാവുന്നത്. കറക്റ്റ് ആണ്, ജസ്റ്റിഷ്യബിൾ ആണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ നടപ്പാക്കി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കോർട്ടിൽ പോകാൻ അധികാരമുണ്ട്. ദാറ്റ് മീൻസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അനുസരിച്ച് ആർട്ടിക്കിൾ 32 അനുസരിച്ച് 5 തരത്തിലുള്ള റിറ്റുകളുണ്ട്. സോ റിറ്റുകൾ ഇഷ്യൂ ചെയ്യപ്പെടും. സോ നമ്മുടെ ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ട് ഫയൽ ചെയ്യാവുന്ന, റിട്ട് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ ഫയൽ ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റിഷ്യബിൾ ആണ്, ശരിയാണ്. 2, സമ്പൂർണമായവ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് അല്ല. കാരണം മൗലിക അവകാശങ്ങൾക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് രാജ്യത്തിന്റെ പീസ് അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ സോവറിനിറ്റിയെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയും മൗലിക അവകാശങ്ങളുടെ പേരിൽ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ പേരിൽ ലഭിക്കില്ല. സോ അതൊരിക്കലും അബ്സല്യൂട്ട് അല്ല, സമ്പൂർണ്ണമല്ല. രണ്ടാമത്തെ തെറ്റാണ്. നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ശരിയാണ്. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത്, ഫോർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം എന്താണ്? പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉള്ള. നെഗറ്റീവായിട്ട്, ഫോർ എക്സാമ്പിൾ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ കാര്യം എടുത്താൽ ഒരു വ്യക്തിയെ ആർബിട്രറി ആയിട്ട് പോയി അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഗവൺമെന്റ് ഹാവ് എ റെസ്ട്രിക്ഷൻ ഓൺ ദാറ്റ്. സോ ഗവൺമെന്റ് കനോട്ട് ഡു ആർബിട്രറി അറസ്റ്റ്. ദാറ്റ് മീൻ ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ഉണ്ട്. സോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്ത് വരാം? മൗലിക അവകാശങ്ങൾ വരാം. സർ അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഭേദഗതി വരുത്താവുന്ന, ക്ലിയർ ആയിട്ട് ഭേദഗതി അമെൻഡബിൾ ആണ്. കാരണം അങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ് മാറിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 300A ആയിട്ട് മാറിയത്. സോ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ശരിയാണ്, 2 മാത്രം തെറ്റാണ്. സോ ഇവിടെ നോക്കിയാൽ എല്ലാം ശരിയാണ്, തെറ്റാണ്. 2 മാത്രം തെറ്റാണ്, ശരിയാണ്. 2ഉം 4ഉം തെറ്റാണ്. 4 ശരിയാണ്, സോ ഇതും തെറ്റാണ്. ദെൻ 1 മാത്രം ശരിയാണ്, 1 ശരിയാണ്, പക്ഷെ 3ഉം 4ഉം കൂടെ ശരിയാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം തെറ്റാണ് എന്നാണ്. നെക്സ്റ്റ് വൺ, ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആര്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്, ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തി, ഡോക്ടർ ഇന്ദ്രജിത് പ്രസാദ് ഗൗതം, ശ്രീമതി ജസ്റ്റിസ് അഭിലാഷ കുമാരി, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നതിൽ ഏത് വഴിയാണ്? പാർട്ട് 9A എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ്. പാർട്ട് 9 എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട്, 3 ടയർ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട്, അത് 73ാമത്തെ ഭരണഘടനാ പീരീഡ്. ഇവിടെ 9A ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി, 74 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, which of the following does not form the right of an election commission of India? Election commission of Indiaയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരത്തിൽ വരാത്തത്. റൈറ്റ് ടു അലോ സിമ്പിൾസ് പൊളിറ്റിക്കൽ പാർട്ടികൾക്കെല്ലാം സിമ്പിൾ കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, ശരിയാണ്. റൈറ്റ് ടു സെറ്റ് ലിമിറ്റ്സ് ഓൺ പോൾ എക്സ്പെൻസസ്, എത്രയാണ് ഓരോ പാർട്ടികൾക്കും സ്പെൻഡ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, ശരിയാണ്. റൈറ്റ് ടു ഡിസൈഡ് ദ ഷെഡ്യൂൾ ഓഫ് ഇലക്ഷന്റെ ഷെഡ്യൂൾ ഡിസൈഡ് ചെയ്യുന്നതും അത് ഡിക്ലെയർ ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്, 3ഉം ശരിയാണ്. റൈറ്റ് ടു ഡിസൈഡ് ഹൗ മെനി പാർട്ടീസ് കൻ കോൺടെസ്റ്റ് ഇൻ ഇലക്ഷനിൽ എത്ര പാർട്ടികൾ കോൺടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഏത് പാർട്ടികൾക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും മാർക്ക് വേണമെങ്കിലും ഇലക്ഷനിൽ മത്സരിക്കും. അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇത്ര പ്രായം ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. സോ റൈറ്റ് ടു ഡിസൈഡ് ഹൗ മെനി പാർട്ടീസ് കൻ കോൺടെസ്റ്റ് ഇൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല. സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ല, അധികാരപരിധിയിൽ വരാത്തത് ഓപ്ഷൻ ഡി ആണ്. സോ 35ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. As a token of gratitude, please like this particular video, share with your friend, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.